ഹായ് എവരി വൺ, വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഒരു 50 ലാക്സിൻ്റെ അണ്ടറിൽ ഒരു ബാംഗ്ലൂർ ഒരു പ്രോജക്റ്റ് നോക്കുന്ന ഒരാൾക്ക് വരുന്ന ഓപ്ഷൻസ് വളരെ കുറവാണ് ആക്ച്വലി. സ്പെഷ്യലി മാർക്കറ്റിൻ്റെ സെൻറ്റർ പോർഷൻ, ലൈക്ക് ബാംഗ്ലൂരിൻ്റെ സെൻറ്റർ ഏരിയ, ലൈക്ക് ഇലക്ട്രോണിക് സിറ്റി, മനത ടെക് പാർക്ക്, ഹെബ്ബാൾ തൊട്ടുള്ള ആ ഒരു പോർഷനാണ് നോക്കുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് സ്ക്വയർ ഫീറ്റ് പ്രൈസ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഒരു പോർട്ടലിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി വളരെ ഔട്ട്സ്കേർട്ട് ആയിട്ടുള്ള ലൊക്കേഷൻസ്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വുഡ് ബി എ സിംഗിൾ ടവർ. ഇതാണ് നമ്മൾ ജനറലി നമ്മൾ ഈ പറഞ്ഞ പോർട്ടൽസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. സോ ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആസ് എൻ NRI എവരും എക്സ്പെക്ട് ചെയ്യുന്നത് സർട്ടൻ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ്, സർട്ടൻ സ്കെയിൽ ഇൻ ദ പ്രോജക്റ്റ്, ഗ്രേറ്റ് കണക്ടിവിറ്റി. ആൻഡ് അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ അത് ഹാൻഡ് ഓവർ ആവുമ്പോഴേക്കും വരുന്ന റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദാറ്റ് ഏരിയ, എവറിത്തിങ് മാറ്റേഴ്സ്. പക്ഷേ ഇതിനൊക്കെ ഒത്ത ഒരു പ്രോജക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന പ്രോജക്റ്റ് ഈ പറഞ്ഞ പോയിന്റ്സ് ഓൾമോസ്റ്റ് 95% ടച്ച് ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റാണ്. So, as a real estate consultant who focus on upcoming project, under construction, new launches, and even nearing possession project, ഈ ഒരു ഓഫർ മിക്ക ആൾക്കാർക്കും, എൻ്റെ ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ആസ്പെക്റ്റാണ് ഞാൻ ഇന്ന് ആസ് എൻ ഇൻഫർമേഷൻ ത്രൂ ദിസ് ബ്ലോഗ് ഇടുന്നത്. സോ ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ന്യൂ ലോഞ്ച് പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇങ്ങനത്തെ ഫ്രീക്വൻറ്റ് കോണ്ടന്റ് അക്രോസ് കൊച്ചി, ബാംഗ്ലൂർ ആൻഡ് ദുബായ് ഇടുന്നുണ്ടാവും. യു ക്യാൻ ഡെഫിനറ്റ്ലി ഫോളോ ആൻഡ് ദിസ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് സം ഗുഡ് ഡീൽസ്. സോ ബാംഗ്ലൂരിലെ ഒരു ഫുൾ മാർക്കറ്റ് സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് ബഡ്ജറ്റ് ആസ് എ സ്റ്റാർട്ടർ ഓർ ആസ് എ മിനിമൽ ഇൻവെസ്റ്റർ നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്. അവിടുത്തെ ഒരു മേജർ പ്രോജക്ട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 1 crore 20+ എന്നുള്ള റേഞ്ചിലായിരിക്കും മിക്ക പ്രോജക്ട്സും സ്റ്റാർട്ടിങ് പോകുന്നത്. ഈ ഒരു ടിക്കറ്റ് സൈസിൽ നല്ല ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഉണ്ട് NRIയിൽ. സോ അവർക്ക് ആസ് എ സ്റ്റാർട്ട് ബാംഗ്ലൂർ മാർക്കറ്റ് ട്രൈ ചെയ്യുമ്പോൾ they really want some good brand. They want a location where has very future perspective in terms of development, in terms of connectivity, in terms of future scope and crowd coming in, everything really matters. So അതിൻ്റെ ബേസിസിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന പ്രോജക്റ്റ് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ആക്ച്വലി വരുന്നത് ടോട്ടൽ 18 ഏക്കേഴ്സിലാണ്. സോ 18 ഏക്കേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഒരു വലിയ സ്കെയിലൊന്നും അല്ല. കാരണം അവിടെ ടാറ്റ, ബിർള, ഗോദ്രേജ് എല്ലാം എയർപോർട്ട് ഏരിയയിൽ അറൌണ്ട് 200-300 അപ് ടു 1000 ഏക്കേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ 18 ഏക്കറിൽ നമുക്ക് ഏകദേശം 9 ഏക്കേഴ്സ് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അവിടെ ഏകദേശം 450 ഫാമിലീസ് ഓൾറെഡി താമസിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ്. അതല്ലാതെ ഒരു അപ്കമിങ് പ്രോജക്റ്റ് അല്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന 40 ലാക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ ഓൾറെഡി ആൾക്കാർ താമസിക്കുന്നുണ്ട്. താമസിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റെൻ്റൽ മാർക്കറ്റ് ആക്ടിവേറ്റഡ് ആയിരിക്കും. അവിടെയുള്ള വാട്ടർ കണക്ഷൻസ്, വേസ്റ്റ് കളക്ഷൻസ് എല്ലാം ഒരു സിസ്റ്റം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരാൻ നല്ല ടൈം എടുക്കും. സോ അത് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിരിക്കും. അതൊരു പോസിറ്റീവാണ്. രണ്ടാമത് ഈ പറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന പ്രോജക്റ്റിൽ തന്നെ ഇനഫ് അമ്യൂണിറ്റി ആൻഡ് സ്കെയിലുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. യു ഹാവ് PVR സ്ക്രീൻസ് ഉണ്ട് അതിനുള്ളിൽ. ഓൾമോസ്റ്റ് 40-50% ഓപ്പൺ ഏരിയ ആണ്. ഇൻ ടോട്ടൽ നമ്മൾ പറയുന്ന 18 ടവേഴ്സിൽ ഏകദേശം ഒരു 9 ടവേഴ്സ് ഓൾറെഡി ഹാൻഡ് ഓവർ കഴിഞ്ഞത് നമുക്ക് ഈ പറഞ്ഞ അമ്യൂണിറ്റീസും എല്ലാം പെർഫെക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിൻ്റെ ഒരു സ്കെയിൽ ഇപ്പം തന്നെ വളരെ വലുതാണ്. നമുക്കൊരു ഏകദേശം 3 എൻട്രൻസ് ഗേറ്റ് ഉണ്ട്, എൻട്രി എക്സിറ്റ് ഗേറ്റ്സ് ഉണ്ട്. സോ ഉള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ യു ഹാവ് എ ഡിഫറെൻറ്റ് ഫീൽ ഓൾ ടുഗദർ. സോ അത് ഓൾറെഡി ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്നു. സെക്കൻഡ് ഫേസിൽ അനദർ 9 ഏക്കേഴ്സിൻ്റെ ഓർ ലാസ്റ്റ് ഫൈനൽ ഏക്കേഴ്സിൻ്റെ ആണ് ഇപ്പോൾ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റുഡിയോ 1 ബെഡ്, 2 ബെഡ്, 3 ബെഡ് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 450 സ്ക്വയർ ഫീറ്റ് ആൻഡ് 3 ബെഡിലേക്ക് വരുമ്പം അറൌണ്ട് 1700-1400, 2 ബെഡ് ഒരു 1080 ആൻഡ് 1 ബെഡ് അറൌണ്ട് 650 സ്ക്വയർ ഫീറ്റിൻ്റെ റേഞ്ചിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇവിടെ ഞാൻ ഈ സംസാരിക്കുന്ന യൂണിറ്റ് സ്റ്റുഡിയോ ആണ്. ആക്ച്വലി സ്റ്റുഡിയോ ഇസ് ഗോയിങ് ടു give you a far better rental upon the investment what you're making.
നമ്മളെപ്പോഴും പറയും കുറച്ചും കൂടി വലിയ യൂണിറ്റാണ്. പക്ഷേ സ്റ്റുഡിയോ കോൺസെപ്റ്റിന് ബാംഗ്ലൂർ വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്റ്റുഡിയോ ഫോർ എ സ്റ്റാർട്ടർ ഓർ എ പേഴ്സൺ വുഡ് ലൈക്ക് ടു ഡൈവേഴ്സിഫൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റുഡിയോ ഇസ് എ പെർഫെക്റ്റ് ഓപ്ഷൻ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിലേക്ക് പോകേണ്ടി വരും ആ ഏരിയയിൽ. ഈ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഈ എൻറ്റയർ 18 ഏക്കർ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു 12 മിനിറ്റ് ഡ്രൈവാണ് എയർപോർട്ട്. കെമ്പഗോഡ എയർപോർട്ട് ഒരു 12 മിനിറ്റ് ഡ്രൈവിലാണ്. ഇവിടെ നിന്നൊരു 8 കിലോമീറ്ററിലാണ് KIDBയുടെ എയറോസ്പേസ് സോൺ വരുന്നത്. സോ ബോയിങ്ങിൻ്റെ 1000 ഏക്കേഴ്സ്, ആപ്പ്, അങ്ങനത്തെ മേജർ കമ്പനീസ് ഏകദേശം 600 കമ്പനീസ് സൈൻ ചെയ്ത് 2000 ഏക്കറിലൊരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. സോ ഇലക്ട്രോണിക് സിറ്റി, നമ്മുടെ വൈറ്റ് ഫീൽഡ് ഏരിയ പോലെ ഒരു എയറോസ്പേസ് ഡെവലപ്മെൻറ്റ് സോണാണ് ഇപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും കുറേ പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ എയർപോർട്ട് ക്രൗഡ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഇവർക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റുഡിയോ ഇൻഡിവിജ്വലായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. സോ അവർക്കും കപ്പിൾസായിട്ട് താമസിക്കാനുള്ളൊരു റൈറ്റ് ഓപ്ഷനാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ്. പ്ലസ് എയർപോർട്ട് സ്റ്റാഫ്, പിന്നെ ബാംഗ്ലൂർ വന്നു പോകുന്നവർക്ക് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ ദേ കുഡ് ഡൂ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദേ ക്യാൻ സ്റ്റേ ദേ. അങ്ങനെ ഒരു വലിയ സ്കോപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ മാന്യത ടെക് പാർക്കിൻ്റെ ഒരു ഏരിയയിലാണ് മിക്കവരും ഇപ്പോൾ വന്ന് താമസിക്കുന്നത്. ബിക്കോസ് എയർപോർട്ടിന് അവിടെ നിന്ന് ഇപ്പം നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെബ്ബാൾ ഏരിയ ആണ്. സോ അവർ ഏകദേശം 17 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഹെബ്ബാൾ സൈഡിൽ വന്ന് താമസിക്കുന്നത്. സോ ഇത്രയും പോകണ്ട. ഇനിയൊരു സ്ട്രെയിറ്റ് എയർപോർട്ട് ക്രോസ് ചെയ്തിട്ടൊരു 12 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കം ഡൗൺ വിത്തൗട്ട് എനി ട്രാഫിക് ടു ദിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ദ കൈൻഡ് ഓഫ് സ്കെയിൽ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നിങ്ങളൊരു 4 നില 10 നില ബിൽഡിങ്ങിലല്ല താമസിക്കുന്നത്. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ഓൾമോസ്റ്റ് 60% ഓപ്പൺ ഏരിയ, യു ഹാവ് ക്ലബ് ഹൗസ് ഫെസിലിറ്റി, ടെന്നീസ്, ഫുട്ബോൾ, എവറിത്തിങ് ഇസ് ദേ. ഉള്ളിൽ PVR ഉണ്ട്. ബിൽഡർ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഉള്ളിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിൽ തന്നെ ഏകദേശം 10,000-2000 എംപ്ലോയീസ് പ്രോജക്റ്റിനുള്ളിൽ തന്നെ ഉണ്ട്. സോ ഇതിൻ്റെ റെൻ്റൽ അല്ലെങ്കിൽ ഇതിൻ്റെ റീസെയിൽ എന്നുള്ളൊരു കൺസേൺ ഇല്ല. കാരണം ദിസ് വിൽ റിയലി അബ്സോർബ് ദ മാർക്കറ്റ്. ഈ എൻറ്റയർ ഇതിൽ വരും പ്രോജക്റ്റിൻ്റെത്. അപ്പം എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വൽ ബിൽഡിങ്ങിൽ നിൽക്കാനാണോ താല്പര്യം, അതോ ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഒരു ഓപ്പൺ ഏരിയ ഫാമിലി ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ വന്നൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള തിയേറ്റർ അടക്കം ഉണ്ട് ഉള്ളിൽ, അങ്ങനത്തെ ഓപ്ഷൻസ് വേണോ എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ്. ഇനി അതേ ആൾക്ക് ഇപ്പോൾ എയർപോർട്ട് എന്നുള്ളൊരു ആസ്പെക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത് മേജർ ഹോസ്പിറ്റൽസ് ഉണ്ട്. വി ഹാവ് മേജർ കണക്ടിവിറ്റി ഇൻ ദിസ് ഏരിയ. ദേവനഹള്ളിയിൽ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ ഓൺ ഡിസ്കഷനാണ് നടക്കുന്നത്. മെട്രോ എന്ന് പറയുന്നത് അത് ബേസിക്കലി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് മെട്രോ സ്റ്റേഷനുണ്ട്. പെരിഫറി റിംഗ് റോഡ് ഓഫ് ബാംഗ്ലൂർ, അത് ഈ പ്രോജക്റ്റിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്ത ഡിസ്റ്റൻസിലാണ്. സോ ഈ റിംഗ് റോഡ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഈസ്റ്റ് കണക്ട് ചെയ്ത് വിത്തൗട്ട് ഗെറ്റിംഗ് ഇൻ ടു സിറ്റി ആണ് ഈ കംപ്ലീറ്റ് റോഡ് വരുന്നത്. ഈ റോഡിലേക്ക് നമുക്ക് എൻട്രൻസ് വളരെ ഈസിലി കയറാം. ആൻഡ് വൈറ്റ് ഫീൽഡ്, സർജാപുര, ഒരു പോർഷൻ, വർത്തൂർ ഏരിയ യു ക്യാൻ ഈസിലി കണക്ട്, കയറി ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു പാച്ചാണ് വിത്തൗട്ട് ഗോയിങ് ഇൻ ടു സിറ്റി. സോ അതും ഒരു മേജർ ഡെവലപ്മെൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് കണക്ടിവിറ്റി. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദ്യം എംഫസൈസ് ചെയ്യുന്നത് സ്റ്റുഡിയോ ആയിരിക്കും. പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിങ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ യൂണിറ്റ്സ് പെട്ടെന്ന് തീരും ബിക്കോസ് ഓഫ് ദ പ്രൈസിങ് ആൻഡ് അഫോർഡബിലിറ്റി. വെൻ യു വിസിറ്റ് ദാറ്റ് പ്രോജക്റ്റ് മനസ്സിലാവും വാട്ട് ഇസ് ദ സ്കെയിൽ ഗോയിങ് ഓൺ എന്നുള്ളത്. സോ അവിടെ നമുക്ക് ഇപ്പോൾ ഒരു 39 lakhs സ്റ്റാർട്ടിങ്ങിൽ വി ഹാവ് എ സ്റ്റുഡിയോ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ പേയ്മെൻറ്റ് ഏകദേശം 2.5 പൈലിംഗ് സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 3 years ടൈമാണ് ഇതിൻ്റെ പൊസിഷൻ. സോ ഈ പറയുന്ന പേയ്മെൻറ്റ് നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് പേ ചെയ്യേണ്ടത്. യു ഹാവ് ടു പേ 20% നൗ ആൻഡ് റെസ്റ്റ് 80% is spread across 3 years. So your contribution for a real estate investment is hardly coming around 20-25% in a year. 25% of the amount what we are talking എന്ന് പറയുന്നത് ഒരു 6-7 ലക്ഷം രൂപയാണ്. സോ 6-7 ലക്ഷം രൂപ ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ യൂസ് ദ സെയിം തിങ് ഫോർ എ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. So you should understand the capital appreciation expected in a market like Bangalore and also the rental aspect. റെൻ്റിൽ ഞാനിപ്പം പോർട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 19-21 റേഞ്ചിലാണ് അവിടെ 1 beds പോകുന്നത്. ഫേസ് 1 സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് ഫേസ് 2 ഇപ്പം സ്റ്റുഡിയോ ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ബി ഐഡിയൽ. 1 ബെഡിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 53 lakhs സ്റ്റാർട്ടിങ് വരുന്നത്. 2 ബെഡിലേക്ക് പോകുമ്പോഴേക്കും അറൗണ്ട് 90 lakhs. 3 വരുമ്പോഴേക്കും യു ഹാവ് 2 വേരിയൻസ്. സോ 110 + 125 ആ റേഞ്ചിലാണ് നമുക്ക് 1700 square feet യൂണിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ
ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഇൻവെസ്റ്റേഴ്സിനെയാണ്, ബിക്കോസ് ദിസ് ഇസ് എ റൈറ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ്, ബിക്കോസ് ഡെവലപ്മെൻറ്റ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. സോ ഇത് കാണുന്നവർ ഡെഫിനറ്റ് ആയിട്ടും ഈ കാണിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുക, ബിക്കോസ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ പെട്ടെന്ന് ഫാസ്റ്റ് സെല്ലിംഗ് ആണ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് അഡ്വർടൈസ് ഇറ്റ് ഓൾസോ. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ ആണ്. ഇത് പ്രോപ്പർ റേറ രജിസ്റ്റേർഡ് പ്രോജക്റ്റ് ആണ്. ഇത് ഇവരുടെ ബിൽഡറിൻ്റെ റെക്കോർഡ് തന്നെ നമുക്ക് പേഴ്സണലി സംസാരിക്കുമ്പോൾ ഐ ക്യാൻ സ്പീക്ക്. അവരുടെ ഒരു 46th പ്രോജക്റ്റ് ആണ് ബാംഗ്ലൂർ. ഇറ്റ്സ് എ റെപ്യൂട്ടഡ് ബിൽഡർ. They have been known for their quality and everything. We'll discuss in detail and understand this is fitting into your requirement, because these kind of options are very less in market. So grab it immediately. Even ഒരു ജോലി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിലും ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിലും നമുക്ക് റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഉള്ളതാണെങ്കിലും, ഓൾവേസ് ഐ സേ സ്റ്റാർട്ട് സ്മോൾ, ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു ലോട്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് you won't have that tension of because you really went above your budget range to invest. Even a lot of my investors who have been investing crores in Indian market, they also go for such small units because it's easy to dilute. See, risk is everywhere. So when it comes to real estate investment, you need to understand finding the right project, putting that money and waiting for it is the best risk what you could do in a real estate market. So everyone who is looking for similar option, do reach out. We can have a detailed discussion and understand how this works. Appo, have a good day. Bye.